യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ചെറുതായിട്ട് ജലദോഷമുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഇടുന്ന വീഡിയോസിലൊക്കെ എൻ്റെ വോയിസ് ചേഞ്ച് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മൈക്കുണ്ടായിട്ട് ഒരു ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല. അപ്പോൾ ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മാർച്ച് മാസത്തിലെ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന നമ്മളെപ്പോലെ ചാനൽ മോണിറ്റൈസേഷൻ ആകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിടിലം സർപ്രൈസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരുപാട് പേര് 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിന്നിട്ടും വാച്ച് അവർ ആകാനായിട്ട് ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹാപ്പി ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകാനായിട്ട് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ച് അവറാണ് വേണ്ടത്. അതുപോലെ ഷോർട്സ് ചെയ്യുന്നവരാണെങ്കിൽ 90 ദിവസത്തിൽ നമ്മൾ 1 കോടി വ്യൂസ് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്ന അൽഗോരിതം എന്ന് പറയുന്നത് നമുക്ക് ഒരു ആൻസർ തരുവാണ് യൂട്യൂബ്. അതായത് നമ്മൾ ഏത് വീഡിയോ ചെയ്യണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സ് ആണ് യൂട്യൂബ് തന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് YT സ്റ്റുഡിയോയുടെ സഹായമാണ് വേണ്ടത്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടിപ്സും ട്രിക്സും അപ്ഡേഷൻ, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നത്, വാച്ച് അവർ കൂടുന്നതുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് പോയി കാണണം. അതുപോലെ നിങ്ങളുടെ ചാനലിൽ അപ്ഡേറ്റ് ആക്കുകയും വേണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡാഷ്ബോർഡ്, കണ്ടന്റ്, അനലറ്റിക്സ്, കമന്റ്സ്, ഏണിംഗ് എന്ന് താഴെ 5 ഓപ്ഷൻസ് കാണും. അതിൽ മിഡിലായിട്ട് അനലറ്റിക്സ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ട്രെൻഡ്സ് ഉണ്ട്, ഓവർവ്യൂ ഉണ്ട്, കണ്ടന്റ് ഉണ്ട്, ഓഡിയൻസ് ഉണ്ട്. അതിൽ നമ്മുടെ ഓഡിയൻസ് ക്ലിക്ക് ചെയ്യുക. ഓഡിയൻസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ കാണുന്ന ഇന്റർഫേസിന് ഏറ്റവും തൊട്ട് താഴെയായിട്ട് നോക്കുക. ഫോർമാറ്റ്സ് യുവർ വ്യൂവേഴ്സ് വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും ഈ ഓപ്ഷൻ അലോ ആയി കിട്ടില്ല. ചിലർക്ക് വീഡിയോസിന്റെ അവിടെ ഫുള്ളും ഡാർക്ക് ലൈൻ കിട്ടില്ല, അല്ലെങ്കിൽ ഷോർട്സിന്റെ അവിടെ ഫുൾ ഡാർക്ക് ലൈൻ കിട്ടില്ല. ലൈവിൽ ഒട്ടും ഡാർക്ക് ലൈൻ കാണാത്തവരും കാണും, കാരണം ലൈവ് ചെയ്താലേ അത് വരുള്ളൂ. അതിനുശേഷം താഴെ വ്യൂ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ടേക്ക് എ ലുക്ക് അറ്റ് വാട്ട് യുവർ ഓഡിയൻസ് ഈസ് വാച്ചിങ് ഇൻ ഈച്ച് കാറ്റഗറി എന്നും പറഞ്ഞ് ഒരു വ്യൂ എന്നും പറഞ്ഞൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ വ്യൂവേഴ്സ് നമ്മൾ ഏത് തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ സാറ്റിസ്ഫൈ ആകുന്നതെന്നാണ് അതിനർത്ഥം. ആ ടൈപ്പ് വീഡിയോസ് ആണ് എനിക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇത് ചെയ്താൽ മതി എന്നാണ് യൂട്യൂബ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഇത്രയും സജഷൻസ് എനിക്ക് യൂട്യൂബ് തന്നിട്ടുണ്ട്. അതിൽ ഇത് ഷോർട്സിന്റെ കാറ്റഗറി കേട്ടോ. ഇത്തരം ഷോർട്സ് ചെയ്യാനാണ് യൂട്യൂബ് എൻ്റെ അടുത്ത് പറയുന്നത്. ഫുഡിന്റെ സെക്ഷൻ ചെയ്യാൻ പറയുന്നുണ്ട്, അതുപോലെ GRM ചെയ്യാൻ പറയുന്നുണ്ട്, ഡാൻസ് ചെയ്യാൻ പറയുന്നുണ്ട്, ചെറിയ ചെറിയ കണ്ടന്റ് റിലേറ്റഡ് ഷോർട്സും ചെയ്യാൻ പറയുന്നുണ്ട്. ഇതാണ് യൂട്യൂബ് എൻ്റെ അടുത്ത് ചെയ്യാൻ പറയുന്ന ഷോർട്സിന്റെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വീഡിയോസ് ഓപ്പൺ ചെയ്ത് നോക്കാം. വീഡിയോസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ, യൂട്യൂബ് എൻ്റെ അടുത്ത് പറയുന്നത് ഇത് കണ്ടിന്യൂ ചെയ്തോളാൻ, അതായത് യൂട്യൂബ് ടെക് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്ന സബ്ജക്റ്റ് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇതുകൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് യൂട്യൂബ് എൻ്റെ അടുത്ത് പറയുന്നത്. ഇത്തരം രീതിയിലുള്ള വീഡിയോസ് കൂടി ഞാൻ ഇൻക്ലൂഡ് ആക്കാൻ യൂട്യൂബ് പറയുന്നു. അപ്പോൾ ഗൈസ്, ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ആശ്വാസമായി കാണുമല്ലോ. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ചെറിയ നമ്മുടെ വീഡിയോസിനൊക്കെ ആയാലും ഷോർട്സിനൊക്കെ ആയാലും ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് 2-3 മാസത്തിനുള്ളിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് തന്നെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ എനിക്ക് ആ ലൈവിൻ്റെ ഓപ്ഷൻ ആദ്യം അലോ ആയി കിട്ടില്ലായിരുന്നു. ഞാനിപ്പോൾ ലൈവ് സ്ട്രീം ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ ഓപ്ഷനും അലോ ആയി കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് ഡെയിലി 100 വാച്ച് അവർ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം കൂടിപ്പോയാൽ 1 മാസം കൊണ്ട് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവും. അപ്പോൾ എന്നെപ്പോലെ നിങ്ങളും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകാനായിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനാണെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് സബ്ജക്റ്റ് ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ യൂട്യൂബ് റിലേറ്റഡ് ടോപ്പിക് ഇടുന്നതുകൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് യൂട്യൂബ് റിലേറ്റഡ് തന്നെയാണ്. നിങ്ങൾക്ക് അതെൻ്റെ YT സ്റ്റുഡിയോ കണ്ടാലും മനസ്സിലാവും. എനിക്ക് യൂട്യൂബ് ഇന്നത് അതായത് ഇന്ന വീഡിയോ നിങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യൂസ് ഉണ്ടാവും, അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടും എന്ന് യൂട്യൂബ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു തരുവാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ചാനൽ കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഏത് തരം ടോപ്പിക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്.
അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ന്യൂ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ലൈവ് സ്ട്രീമിംഗ് കൂടി ചെയ്താലേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ അലോയെ കിട്ടത്തുള്ളൂ കേട്ടോ. ചില സിറ്റുവേഷനിൽ ചില സ്പാം ഒക്കെ വരുമ്പോൾ തന്നെ യൂട്യൂബ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയാലും നമ്മുടെ വ്യൂസിന്റെ ഒക്കെ ആയാലും കൗണ്ടിൽ ചെറിയ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് നമ്മളെ മാർച്ചിൽ ഹെൽപ്പ് ചെയ്യാന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ. നമ്മൾ ഇതുപോലെ നമ്മുടെ ചാനലിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാലും നമ്മുടെ വീഡിയോ ഒക്കെ ആയാലും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള തമിഴിന് നല്ല പ്രസന്റേഷനിലൊക്കെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും വൈറലാകുന്നതായിരിക്കും. ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും, ചേച്ചി ഞങ്ങൾക്ക് ഈ ഓപ്ഷൻ അലോയായി കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിരിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് അതേതാ നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നോക്കുക. അതായിരിക്കും ഇപ്പൊ ന്യൂ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ചാനൽ ഫോക്കസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി, നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെങ്കിലും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ഇടാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.